ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം മഴക്കാടുകൾ, കുന്നുകൾ, ജലപാതകൾ എന്നിവയുൾപ്പെടെയുള്ള മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്ക് പേരുകേട്ടതാണ്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് ഉള്ളത്. ഇത് രാജ്യത്തെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളിൽ ഒന്നായി മാറുന്നു. കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥയെയും ശക്തമായ കാർഷിക സമ്പദ് വ്യവസ്ഥയും പിന്തുണയ്ക്കുന്നതിൽ കനത്ത മഴ പ്രധാനമാണ്. സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ പ്രാദേശിക കൃഷിക്ക് കേരളത്തിലെ മഴ അനിവാര്യമാണ്. അരി മുതൽ ഏലം, കുരുമുളക്, ഇഞ്ചി തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ വരെ ഈ പ്രദേശത്ത് വളരുന്നു. ഇവയെല്ലാം വളർച്ചയ്ക്ക് മൺസൂൺ മഴയെ ആശ്രയിക്കുന്നു. മഴക്കാലത്തെ തുടർച്ചയായ മഴ ഭൂമിയെ പുനരുജ്ജീവിപ്പിക്കുകയും നദികളിലും ജലസംഭരണികളിലും നിറയ്ക്കുകയും വർഷം മുഴുവൻ കുടിവെള്ളത്തിനും ജലസേചനത്തിനും ജലത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു. മഴയില്ലെങ്കിൽ മുഴുവൻ കാർഷിക ചക്രവും തകരുകയും ഭക്ഷ്യവിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുകയും വില വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക വെല്ലുവിളികളുടെ ഒരു പരമ്പരയ്ക്ക് കാരണമാവുകയും ചെയ്യും. കേരളത്തിൻ്റെ സമൃദ്ധമായ പച്ചപ്പിനും നിരവധി സംരക്ഷിത വനങ്ങളിലും ദേശീയോദ്യാനങ്ങളിലും വസിക്കുന്ന വന്യജീവികൾക്കും വെള്ളം നിർണായകമാണ്. സംസ്ഥാനത്തിൻ്റെ ജലസ്രോതസ്സുകളായ നദികൾ, തടാകങ്ങൾ, ഭൂഗർഭജലം എന്നിവ മൺസൂണുമായി വേർതിരിക്കാനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് മഴക്കാലത്തെ മനുഷ്യരുടെയും പാരിസ്ഥിതിക സമൂഹങ്ങളുടെയും ജീവരക്തമാക്കി മാറ്റുന്നു. ഇപ്പോൾ മഴയില്ലാത്ത ഒരു വർഷം സങ്കല്പിക്കുക. അത്തരമൊരു സംഭവത്തിൻ്റെ സാധ്യമായ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഈ സാഹചര്യം നമ്മെ പ്രേരിപ്പിക്കുന്നു. കേരളത്തിൽ മഴയില്ലാത്ത ഒരു വർഷം അഭൂതപൂർവമായ ജലക്ഷാമത്തിലേക്ക് നയിക്കും. അതിൻ്റെ ഫലങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുഭവപ്പെടും. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയായ കൃഷിയെ ഏറ്റവും കൂടുതൽ ബാധിക്കും. വിളകൾ നശിക്കും, കന്നുകാലികൾ ദുരിതത്തിലാകും, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകരും. കർഷകരുടെ വരുമാനം നഷ്ടപ്പെടുന്നത് ഭക്ഷ്യക്ഷാമം സൃഷ്ടിക്കുക മാത്രമല്ല, ജോലി തേടി ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരകേന്ദ്രങ്ങളിലേക്ക് വൻതോതിൽ പലായനം ചെയ്യുന്നതിനും കാരണമാകും. മഴയില്ലെങ്കിൽ നദികളും തടാകങ്ങളും വറ്റിപ്പോകും. ഇത് കുടിവെള്ള ലഭ്യതയെ സാരമായി ബാധിക്കും. ഇത് പ്രാദേശിക സമൂഹങ്ങളിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തുകയും കുപ്പിവെള്ളം പോലുള്ള മറ്റ് സ്രോതസ്സുകളെ ആശ്രയിക്കാനും അവരെ നിർബന്ധിതരാക്കുകയും ചെയ്യും. ഇത് ചെലവേറിയതും ലഭിക്കാൻ പ്രയാസമുള്ളതുമായി മാറും. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൃഷിയിലും കുടിവെള്ളത്തിലും മാത്രം ഒതുങ്ങുന്നതല്ല, സംസ്ഥാനത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സായ ടൂറിസത്തെയും ബാധിക്കും. കേരളത്തിലെ സമൃദ്ധമായ പ്രകൃതി ദൃശ്യങ്ങൾ, കായലുകൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവ വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളാണ്. പച്ചപ്പും പ്രകൃതി സൗന്ദര്യവും ഇല്ലാതെ വിനോദസഞ്ചാരികൾ അകന്നു നിൽക്കാൻ സാധ്യതയുണ്ട്. ഇത് ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ട്രാവൽ ഏജൻസികൾ എന്നിവയുടെ ബിസിനസ്സിൽ കുത്തനെ ഇടിവുണ്ടാക്കും. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഹോസ്പിറ്റാലിറ്റി വ്യവസായം പ്രതിസന്ധി നേരിടും. ജലക്ഷാമം മേഖലയിലെ സമ്പദ് വ്യവസ്ഥയുടെ അതിലോലമായ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്നതിനാൽ മത്സ്യബന്ധനം, കരകൗശല വസ്തുക്കൾ തുടങ്ങിയ മറ്റ് മേഖലകളും സമ്മർദ്ദം അനുഭവിക്കും. ഏറ്റവും ദുർബലരായ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുകയും അത് ഗണ്യമായ സാമൂഹിക പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. വിളനാശത്തെ തുടർന്ന് ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയരുമ്പോൾ ജീവിത ചെലവ് വർദ്ധിക്കുകയും നിരവധി കുടുംബങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും. ഉപജീവനത്തിനായി കൃഷിയെ ആശ്രയിക്കുന്ന ആളുകൾക്ക് ജോലിയില്ലാതെ പോകുകയും ഇത് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. പൊതുവിഭവങ്ങൾ ദുർബലമാകുമെന്നതിനാൽ ദുരിതബാധിതർക്ക് പിന്തുണ നൽകാൻ സർക്കാർ പാടുപെടും. ഇത് സാമൂഹിക അസമത്വത്തെ കൂടുതൽ വഷളാക്കും. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ ജലക്ഷാമവും അതിൻ്റെ തരംഗഫലങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നു. പ്രതിസന്ധി കൂടുതൽ വഷളാകുമ്പോൾ അതിജീവനത്തിനായുള്ള പോരാട്ടം കൂടുതൽ ശക്തമാകും. ഈ പുതിയ ജലദൗർലഭ്യം നിറഞ്ഞ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാനുള്ള വഴികൾ ആളുകൾ അന്വേഷിക്കും. ഗാർഹിക ഉപയോഗത്തിനായി വെള്ളം പിടിച്ചെടുക്കാനും സംഭരിക്കാനും കഴിയുന്ന മഴവെള്ള സംഭരണ സംവിധാനങ്ങളുടെ വ്യാപകമായ നടപ്പാക്കലാണ് ഒരു പരിഹാരം. മഴക്കാലത്ത് മഴവെള്ളം ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്നതിലൂടെ വരണ്ട കാലയളവിൽ പോലും സമൂഹങ്ങൾക്ക് സ്ഥിരമായ ജലവിതരണം ഉറപ്പാക്കാൻ കഴിയും. എന്നാൽ ഇതിന് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഗണ്യമായ നിക്ഷേപവും ജലസംരക്ഷണ രീതികൾ സ്വീകരിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസ ബോധവൽക്കരണ പ്രചാരണങ്ങളും ആവശ്യമാണ്. ഈ പുതിയ യാഥാർത്ഥ്യത്തിൽ ജല മാനേജ്മെന്റ് സാങ്കേതിക വിദ്യകളും അനിവാര്യമാകും. ജലമാലിന്യങ്ങൾ കുറയ്ക്കുന്ന കാര്യക്ഷമമായ ജലസേചന സംവിധാനങ്ങൾക്ക് മുൻഗണന നൽകേണ്ടതുണ്ട്. അതേസമയം ശുദ്ധജല സ്രോതസ്സുകളുടെ ആവശ്യം കുറയ്ക്കുന്നതിന് നഗരപ്രദേശങ്ങൾ ജല പുനരുപയോഗം, സംസ്കരിച്ച മലിനജലം പുനരുപയോഗം തുടങ്ങിയ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ജലക്ഷാമത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിൽ സർക്കാരിനും സർക്കാരിതര സംഘടനകൾക്കും വ്യക്തികൾക്കും പ്രധാന പങ്കുണ്ട്.
ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റവും ദുർബലരായ സമൂഹങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന നയങ്ങൾ സർക്കാർ നടപ്പിലാക്കേണ്ടതുണ്ട്. അടിയന്തര ജലവിതരണം നൽകുന്നതിനും സുസ്ഥിര രീതികളെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിന് NGOകൾക്ക് സഹായിക്കാനാകും. അതേസമയം വ്യക്തികൾ അവരുടെ ജല ഉപയോഗത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിന് ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും പ്രാദേശിക സംരക്ഷണ ശ്രമങ്ങൾക്ക് സംഭാവന നൽകുകയും വേണം. കേരളത്തിലുടനീളം ജലം എങ്ങനെ കൈകാര്യം ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്ന് പുനർവിചിന്തനം ചെയ്യാനുള്ള ഒരു പ്രധാന അവസരമായും ഈ പ്രതിസന്ധി പ്രവർത്തിക്കും. വരും തലമുറകൾക്ക് സംസ്ഥാനത്തിന്റെ സമൃദ്ധമായ പ്രകൃതി വിഭവങ്ങൾ തുടർന്നും ആസ്വദിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ കൂടുതൽ സുസ്ഥിരവും കാര്യക്ഷമവുമായ സമ്പ്രദായങ്ങളിലേക്ക് നീങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം വെല്ലുവിളികളെ നേരിടുമ്പോൾ കേരളത്തിന്റെ ദീർഘകാല പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിന് സുസ്ഥിരമായ സമ്പ്രദായങ്ങൾ നിർണായകമാകും. ഇത്രയും വലിയ പ്രതിസന്ധിക്ക് എളുപ്പത്തിൽ പരിഹാരമില്ല. അർത്ഥവത്തായ ഒരു മാറ്റം വരുത്താൻ സമൂഹത്തിലുടനീളം ഏകോപിതമായ ശ്രമം ആവശ്യമാണ്. വീടുകളിൽ ജല ഉപഭോഗം കുറയ്ക്കുക, വരൾച്ചയെ പ്രതിരോധിക്കുന്ന വിളകൾ നട്ടുപിടിപ്പിക്കുക, ജല കാര്യക്ഷമമായ സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപം നടത്തുക തുടങ്ങിയ ദൈനംദിന ജീവിതത്തിലെ ലളിതമായ മാറ്റങ്ങൾ ഗണ്യമായ സ്വാധീനം ചെലുത്തും. കാലക്രമേണ ഈ ചെറിയ പ്രവർത്തനങ്ങൾ കേരളത്തിൽ കൂടുതൽ സുസ്ഥിരമായ ജല ഉപയോഗ സംസ്കാരം സൃഷ്ടിക്കും. വിഭവങ്ങൾ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ അറിവും ഉപകരണങ്ങളും മാനസികാവസ്ഥയും ഭാവി തലമുറയ്ക്കുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് ജലദൗർലഭ്യം നേരിടുന്ന ലോകത്ത് അതിജീവനത്തിനും അഭിവൃദ്ധിപ്പെടുന്നതിനുമുള്ള താക്കോൽ. അത്തരമൊരു പ്രതിസന്ധിയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഭാവിയിലെ ജലക്ഷാമം തടയാൻ പ്രയോഗിക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, അതിൻ്റെ മാറുന്ന കാലാവസ്ഥാ രീതികളും പ്രവചനാതീതമായ മഴയും വർദ്ധിച്ചു വരുന്ന ആശങ്കയാണ്. ജലവിഭവങ്ങളിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂടുതൽ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ചില വർഷങ്ങളിൽ കനത്ത മഴയും ചില വർഷങ്ങളിൽ വരൾച്ചയും അനുഭവപ്പെടുന്ന കേരളത്തിൽ കാലവർഷ രീതികൾ ഇതിനകം മാറാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഏറ്റക്കുറച്ചിലുകൾ ജലക്ഷാമത്തിനായി ആസൂത്രണം ചെയ്യുന്നതും മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്ന പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതും എന്നത്തെക്കാളും പ്രധാനമാകുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള പൊതു അവബോധ പ്രചാരണങ്ങളും ജലസംരക്ഷണത്തിനും സുസ്ഥിര വിഭവ മാനേജ്മെന്റിനും മുൻഗണന നൽകുന്ന നയങ്ങളും കേരളത്തിലെ ജലസ്രോതസ്സുകൾ വരും തലമുറയിലേക്ക് സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് അനിവാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം ഒരു ആഗോള പ്രശ്നം മാത്രമല്ല, അത് ഒരു പ്രാദേശിക പ്രശ്നം കൂടിയാണ്. കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇതിനകം അനുഭവപ്പെടുന്നു. നടപടിയുടെ ആവശ്യകത മുമ്പൊരിക്കലും ഇത്ര അടിയന്തരമായിരുന്നില്ല. സുസ്ഥിരമായ സമ്പ്രദായങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയും മറ്റുള്ളവരെയും അങ്ങനെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും വ്യക്തികൾക്ക് ഒരു യഥാർത്ഥ മാറ്റം വരുത്താൻ കഴിയും. ജലസംരക്ഷണത്തിലും കാലാവസ്ഥാ പൊരുത്തപ്പെടലിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സർക്കാർ സംരംഭങ്ങളെയും NGOകളെയും പിന്തുണയ്ക്കുന്നതും ജലപ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള കൂട്ടായ ശ്രമത്തിന് കാരണമാകും. മാത്രമല്ല, വീടുകളിലെ ജലമാലിന്യങ്ങൾ കുറയ്ക്കുന്നത് മുതൽ സുസ്ഥിരമായ കാർഷിക രീതികൾ ഉപയോഗിക്കുന്ന പ്രാദേശിക കർഷകരെ പിന്തുണയ്ക്കുന്നതുവരെ വ്യക്തികൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ സുസ്ഥിരമായ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ കഴിയും. മുന്നോട്ട് നോക്കുമ്പോൾ വെല്ലുവിളികളെ നേരിടാനും മറികടക്കാനുമുള്ള കേരളത്തിന്റെ കഴിവ് കൂട്ടായ പ്രവർത്തനത്തിലൂടെ നയിക്കപ്പെടും. ഒരു സമൂഹം എന്ന നിലയിൽ ഒത്തുചേരാനും അത് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുമുള്ള കഴിവാണ് സംസ്ഥാനത്തിന്റെ പ്രതിരോധ ശേഷി. പ്രകൃതി ദുരന്തങ്ങൾക്ക് ശേഷമുള്ള പുനർനിർമ്മാണം മുതൽ വിദ്യാഭ്യാസത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും മുന്നിട്ട് നിൽക്കുന്നതുവരെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച ചരിത്രമാണ് കേരളത്തിനുള്ളത്. ജലക്ഷാമവും കാലാവസ്ഥാ വ്യതിയാനവും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ ഈ പ്രതിരോധ ശേഷി ഉപയോഗപ്പെടുത്താം. ഇതിന് സമയവും പരിശ്രമവും സഹകരണവും വേണ്ടിവരും. എന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വെല്ലുവിളികളെ പോലും മറികടക്കാനുള്ള ശക്തിയും നിശ്ചയദാർഢ്യവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ചുരുക്കത്തിൽ, കേരളത്തിന്റെ സ്വാഭാവിക സമൃദ്ധി, പ്രത്യേകിച്ച് മഴ, സംസ്ഥാനത്തിന്റെ ജീവിത രീതിയുടെ അവിഭാജ്യ ഘടകമാണ്. മഴയില്ലാത്ത ഒരു വർഷത്തിന്റെ അനന്തരഫലങ്ങൾ കൃഷിയെയും സമ്പദ് വ്യവസ്ഥയെയും സമൂഹത്തെയും മൊത്തത്തിൽ ബാധിക്കുന്ന ദൂരവ്യാപകമായിരിക്കും. എന്നിരുന്നാലും സുസ്ഥിര രീതികൾ സ്വീകരിക്കുന്നതിലൂടെയും ജലസംരക്ഷണ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിലൂടെയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയും കേരളത്തിന് ജലദൗർലഭ്യം നിറഞ്ഞ ഭാവിയുമായി പൊരുത്തപ്പെടാൻ കഴിയും. കാലാവസ്ഥാ വ്യതിയാന ബോധവൽക്കരണം, സജീവമായ നടപടികൾ, സംസ്ഥാനത്തിന്റെ പങ്കാളിത്തം എന്നിവ കേരളം ഊർജ്ജസ്വലമായ ഒരു പറുദീസയായി തുടരുന്നുവെന്നുറപ്പാക്കുന്നതിൽ നിർണായകമാകും. കൂട്ടായ പ്രവർത്തനത്തിലൂടെയും നിശ്ചയദാർഢ്യത്തിലൂടെയും കേരളത്തിന് അതിജീവിക്കാൻ മാത്രമല്ല, പ്രതികൂല സാഹചര്യങ്ങളിൽ അഭിവൃദ്ധി പ്രാപിക്കാനും കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.